കാശ്, പണം, തുട്ട്, മണി ഇതെല്ലാം റിലേറ്റ് ചെയ്ത് പോകുന്നത് ഗോൾഡിലോട്ടാണ്. യെസ്, ഈ സിനിമ പ്രതിപാദിക്കുന്ന പ്രധാന വിഷയം ഗോൾഡാണ്. ആദിമ സമൂഹത്തിൽ ഈ ഗോൾഡുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന ഒരു സംഭവമാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. തുടരെ തുടരെ ഹിറ്റുകളുമായിട്ട് വരുന്ന നമ്മുടെ പാരഞ്ജിത്ത് വിക്രമുമായി കൂടിച്ചേരുമ്പോൾ എന്താ സംഭവിക്കുക ഈ സിനിമയിൽ എന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എനിക്ക് സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് വരെ. ഈ സിനിമ വേണമെങ്കിൽ നമുക്ക് പറയാം, നമ്മുടെ റോക്കി ബായിയുടെ KGF-ന്റെ ഒരു മിനിയേച്ചർ വേർഷൻ. അത് പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഒരു ആദിമ കാലഘട്ടം, ഒരു ഗോത്രവർഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ ഒരു കാലഘട്ടത്തിലോട്ട് പറിച്ചു നട്ട ഒരു KGF-ന്റെ ഒരു മിനിയേച്ചർ ഫോം എന്ന് പറയാം. പക്ഷേ അത്രത്തോളം പേസിലല്ല ഈ സിനിമ എടുത്തിട്ടുള്ളത്. സിനിമയുടെ വേഗത എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് ആക്ഷൻ ഇന്റൻസ് റോ മൂവി എക്സ്പീരിയൻസ് ചെയ്യാനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഒരു പക്ഷേ വളരെയധികം നിരാശപ്പെട്ടേക്കാം എന്നാണ് എനിക്ക് തോന്നിയത്. മുൻപ് ഇറങ്ങിയ പാരഞ്ജിത്തിന്റെ സിനിമകളിലെ എല്ലാം തന്നെ ആക്ഷൻ അത്രത്തോളം പ്രാധാന്യമുള്ള രീതിയിലാണ് സിനിമ വന്നിട്ടുള്ളത്. ഈ സിനിമയിലും ആക്ഷൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു ആക്ഷൻ എൻജോയബിൾ ആണോ എന്ന് ചോദിച്ചാൽ ആക്ഷൻ ആസ് സച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് അവർ കോറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സിനിമയിൽ അത് വരുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം അത് ആക്ഷൻ എന്നുള്ള നിലക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്താണ് സിനിമ കണ്ടപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ ചിയാൻ വിക്രം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിന് അദ്ദേഹം സ്യൂട്ടായിരുന്നു. അദ്ദേഹം എല്ലാത്തിലും പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഞാൻ നോട്ട് ചെയ്ത കാര്യം എന്താ വെച്ചാൽ വിക്രമിന്റെ ശബ്ദത്തിലുള്ള മോഡുലേഷൻ ആണ്. പല കാലഘട്ടത്തിൽ ഒരേ തരത്തിലുള്ള ശബ്ദ ശകലങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സിനും നമ്മൾ കുറെ സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വിക്രമിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് 3 തലമുറ ആയിട്ട് കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് സിനിമയിലുള്ളത്. ആ സമയത്തെല്ലാം ആ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന വോയിസ് മോഡുലേഷൻ ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. വിക്രമിനെ ഒറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഈ സിനിമ മൊത്തത്തിൽ അദ്ദേഹം ഡെഡിക്കേറ്റഡ് ആയിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ എഫേർട്ടും ഈ സിനിമയിൽ ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ സിനിമ ഒരു ടോട്ടാലിറ്റി രൂപത്തിലോട്ട് നമ്മൾ കൺസീവ് ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ഒരു കൾട്ട് ക്ലാസിക് മോഡിലോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു സിനിമയായിരിക്കും എന്നൊരു എക്സ്പെക്ടേഷൻ വെച്ച് പോയത് കൊണ്ടായിരിക്കാം എനിക്ക് ഒരുപാട് സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന പോലെ തോന്നി. പിന്നെ പല സ്ഥലത്തും എനിക്ക് ശ്രദ്ധിച്ചിരുന്നിട്ട് പോലും എനിക്ക് ആ കഥയിലോട്ട് അത്രത്തോളം അങ്ങോട്ട് ഇൻവോൾവ് ആയിട്ട് എനിക്കത് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായുള്ള ഒരു സാഹചര്യം സിനിമയിൽ ഉണ്ടായിരുന്നു. ഒരു വലിയ പോരായ്മയായിട്ട് ഈ സിനിമയിൽ എനിക്ക് അനുഭവപ്പെട്ട ആ ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ KGF-ലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ആ ഒരു സിനിമയുടെ അതേ പേസിലുള്ള ഒരു സിനിമ അല്ല ഇതെന്ന് മനസ്സിലാക്കിയിട്ട് കൂടി അതിനോട് കമ്പയർ ചെയ്യല്ല. പക്ഷെ എന്നിരുന്നാലും ആ ഒരു വേൾഡ് ബിൽഡിങ്ങിന്റെ സമയത്ത് KGF-ലൊക്കെ എടുത്തിരിക്കുന്ന പ്രധാന ആ ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ, ആ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ, ആ ബിൽഡിങ്ങും അതുപോലെ തന്നെ ആ കോലാർ ഗോൾഡ് ഫീൽഡും അവിടെയുള്ള ആളുകളും എസ്പെഷ്യലി അവിടെയുള്ള ആ ജോലിക്കാർ, അവരുടെ ആ ഒരു എണ്ണത്തിലുള്ള അത്ര ഹ്യൂമങ്കസ് ആയിട്ടുള്ള നമ്പർ ഓഫ് ആൾക്കാർ ആ ഒരു സീനുകളിൽ ഉള്ളത് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അത്രത്തോളം ഒരു ജൈജാന്റിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇങ്ങനെയുള്ള ഒരു ജോബിന് ആളുകളെ കൊണ്ടുപോകുന്ന സമയത്ത് ഇത്രത്തോളം മാൻ പവർ വേണ്ട ഒരു ജോലിയാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ KGF-ൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു സിനിമയുടെ ആ ഒരു വലുപ്പം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതേ ഒരു സംഭവം തന്നെ ഈ തങ്കലാലിലും അവര് എടുത്തിട്ടുണ്ട്, ഗോൾഡ് മൈനിങ്ങിനെ റിലേറ്റഡ് ആയിട്ടുള്ള. ആ സമയത്ത് എനിക്ക് പ്രൊഡക്ഷൻ ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു പിക്ചറൈസേഷന്റെ സമയത്ത് വന്നിട്ടുള്ള ഒരു പ്രധാന പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഈ നമ്പർ ഓഫ് ആൾക്കാരിലുള്ള ആ കുറവാണ്. അത് ആ സ്ക്രീനിൽ നമ്മൾ അവർ ചെയ്യുന്ന ഓരോ പരിപാടികളും, മൈനിങ് ആയാലും അതുപോലെ തന്നെ വാഗ്വാദങ്ങളായാലും അതിലൊക്കെ നമുക്ക് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാർ തമ്മിലിരുന്ന് സംസാരിക്കുന്ന ഒരു ഫീലാണ് തോന്നുന്നത്. കുറച്ചുകൂടി നമ്പർ ഓഫ് ആൾക്കാർ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തുന്ന തരത്തിലാണെങ്കിൽ കൂടി കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ആ സീനുകളൊക്കെ കുറച്ചും കൂടി നമുക്ക് പ്ലീസിങ് ആയിട്ട് തോന്നിയേനെ എന്ന് എനിക്ക് തോന്നി. ആ സിനിമയുടെ ആ ഒരു ജോണർ പിന്നെ പലപ്പോഴും ഒരു ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നി. ചില സമയത്ത് അതൊരു വെറും ഡ്രാമയായിട്ടുള്ള ഒരു മൂവി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ചില സമയത്ത് അത് ഫാന്റസി ഡ്രാമയിലോട്ട് തെന്നി വീഴുന്ന പോലെ തോന്നും. കുറച്ച് കഴിയുമ്പോൾ അത് റിയലിസത്തിലോട്ട് വരും. അപ്പൊ എല്ലാം കൂടി മിക്സ് ആയിട്ട് നമുക്ക്
ഏത് ഭാഗത്ത് നിന്ന് സിനിമ കാണണം എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ആ ഒരു ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് പറഞ്ഞു പോകുമ്പോഴുള്ള ആ കൺഫ്യൂഷൻ, ആ സിനിമയുടെ ആ കഥ നമുക്ക് കറക്റ്റായിട്ട് പിക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയത്. മേ ബി എനിക്ക് ചിലപ്പോൾ ഒറ്റ കാഴ്ചയിൽ കണ്ടപ്പോൾ അധികം അങ്ങോട്ട് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ആ തമിഴ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സെന്തമിഴാണെന്ന് തോന്നുന്നു. പ്യുവർ ഫോം ഓഫ് തമിഴാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ചില വാക്കുകളും അവരുടെ സംസാര രീതികളൊക്കെ നമുക്ക് പിക്ക് ചെയ്യാൻ കുറച്ച് പാടുമായിരുന്നത് കൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയത്. പിന്നെ ഈ ക്ലൈമാക്സ് സെഷനിലോട്ടൊക്കെ അടുക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ അത് വന്ന് സംഭവിക്കുന്നുണ്ട്. ഒരു ക്ലൈമാക്സ് ഫൈറ്റ് വരുന്നുണ്ട്. പക്ഷെ ആ ഫൈറ്റ് വരുന്നുണ്ടെങ്കിൽ കൂടി എന്താണ് അതില് പ്രോബ്ലം എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ആണ് ഈ നായകനെ സംബന്ധിയായിട്ട് വരുന്ന പ്രശ്നത്തിന് സംഭവിക്കുന്നത്. പക്ഷെ ഈ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. നമുക്ക് ആ സ്ക്രീനിൽ കുറച്ച് സംഭവങ്ങൾ കാണാനുണ്ട്. സിനിമാറ്റോഗ്രാഫി ലെവലിലായാലും മ്യൂസിക്കിന്റെ കാര്യത്തിലായാലും സൗണ്ട് ഡിസൈനിന്റെ കാര്യത്തിലായാലൊക്കെ നമുക്ക് എൻജോയബിൾ ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് സിനിമയിലുണ്ട്. വിക്രം ആസ് ആൻ ആക്ടർ എന്നുള്ള നിലക്ക് 100% അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന് 100-ൽ 100 മാർക്ക് കൊടുക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളതും. അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ച വേറൊരു ക്യാരക്ടറാണ് സിനിമയിൽ ബ്രിട്ടീഷുകാരനായിട്ട് വന്ന, അതായത് ഈ സമൂഹത്തിനെ അല്ലെങ്കിൽ ഈ ഗോത്ര സമൂഹത്തിനെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ 0 to 100 എന്നുള്ള ഒരു സ്പെക്ട്രം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് ഗ്രാജുവൽ ആയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. അത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ക്യാരക്ടർ ആർക്കാണ് ആ ക്യാരക്ടറിന് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം അത് മനോഹരമായിട്ട് ചെയ്തിട്ടുമുണ്ട്. തുടക്കത്തിൽ വളരെ പാവമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. പിന്നെ ഗ്രാജുവലി അദ്ദേഹം കാര്യങ്ങൾ പിക്ക് ചെയ്യും, ആളുകളെ കൂട്ടും. പിന്നീട് അദ്ദേഹത്തിന്റെ നിരാശയുടെ സമയം, പിന്നെ ദേഷ്യം വരുന്ന സമയം, ഫൈറ്റിലോട്ട് പോകുന്ന സമയം, ഡിസപ്പോയിന്റ്മെന്റ് സമയം എല്ലാം മനോഹരമായിട്ട് വിക്രത്തിനെ പോലെ തന്നെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 പെർഫോമൻസുകളും എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ്. എവറിത്തിങ് ഈസ് റിലേറ്റഡ് ടു മണി. ഈ മണി ആണെങ്കിൽ റിലേറ്റഡ് ടു ഗോൾഡ് എന്ന രീതിയിലാണ് ഇന്ന് ലോകത്ത് കാര്യങ്ങൾ നടക്കുന്നത്. എല്ലാ സിസ്റ്റം റൺ ചെയ്യുന്ന ഓൺ ബേസ്ഡ് ഓൺ സം ലംസം അമൗണ്ട് ഓഫ് ഗോൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സംഭവം, ആ ഗോൾഡിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ലോകത്ത്, അല്ലെങ്കിൽ ഗോൾഡ് വഴി നമുക്ക് എന്തെല്ലാം നേടിയെടുക്കാം, അധികാരമായാലും കോണ്ടാക്ട്സ് ആയാലും എല്ലാ കാര്യങ്ങളും എങ്ങനെ നമ്മളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോകുന്ന ഒരു പൊളിറ്റിക്കൽ ലെയറോട് കൂടി സംസാരിച്ചു പോകുന്ന ഒരു സിനിമയാണ് തങ്കല.